everyone, this is Murshina, your computer faculty. So, we have Iebrid Educana 2024 Mega Marathon class. Welcome. So, we start the exam. Next year, exam. Last exam. Last and one and only final exam. Data entry. Okay? That is data entry. This is a vocational course. We have computer related data entry. Okay? So, we already practical exam. നമ്മൾ 70 മാർക്കിന്റെ പ്രാക്ടിക്കൽ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വരുന്നത് മറ്റേ എക്സാമിന്റെ പോലെ ഒരു തിയറി എക്സാം കൂടെ ഡാറ്റ എൻട്രിക്ക് ഉണ്ട്. ഓക്കെ, 30 മാർക്ക്. നമുക്ക് മറ്റേ എക്സാമുകളെ പോലെ 100 മാർക്കിനോ 80 മാർക്കിനോ വരുന്നതല്ല, ഓൺലി 30 മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ 30 മാർക്കിൽ നമുക്കൊരു 15 മാർക്കെങ്കിലും വേണ്ടേ പാസ്സാവാന്? ഇല്ലേ? 15 ഈസി ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ? ഓക്കെ, 15 അല്ല, നമ്മൾ എന്ത് ചെയ്യും, 30 മാർക്കും കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളായിട്ടാണ്, ക്വസ്റ്റ്യൻസിന്റെ മോഡലും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയാണ് 30 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റുക നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കുകയാണ് ഡാറ്റ എൻട്രിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാണ്, 1 by 1 ആയിട്ട് എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യന്റെ പാറ്റേൺസ് എങ്ങനെയായിരിക്കും, മോഡൽസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡാറ്റ എൻട്രി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, എക്സ്പാൻഡ് നമുക്കറിയാം, അവിടെ തന്നിട്ടുണ്ട് ചില വേർഡ്സുകൾ. ഓക്കെ, നമ്മളെ ഡാറ്റ എൻട്രി നമ്മൾ അരിച്ച് പെറുക്കി എടുത്തുകൊണ്ടിട്ട് അതിൽ നിന്ന് മാക്സിമം വരാവുന്ന എല്ലാം അത് ഇതിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചിട്ട് എത്രത്തോളം ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വേർഡ്സുകൾ ഉണ്ട് അതിൻ്റെ ഒക്കെ എക്സ്പാൻഷൻ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ മാക്സിമം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ CPS. എന്താ CPS എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ് അഥവാ സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, 2 പേരുണ്ട് കേട്ടോ. നമ്മളെ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ട് CPSന് 2 നെയിംസ് ആയിട്ട് വരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സർട്ടിഫിക്കേഷൻ പ്രാക്ടീസ് സ്റ്റേറ്റ്മെന്റ് ഓർ സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് വൺ ആണ് പറയുന്നത് VDU. VDU പറഞ്ഞാൽ എന്താണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ദാറ്റ് ഈസ് വീഡിയോ എന്താണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ആണ് BCC. BCC എന്താണ്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. BCC എന്താണ്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ദെൻ CD ഇവിടെ പറയുന്നുണ്ട്. CD എന്താണ്, കോമ്പാക്ട് ഡിസ്ക്. ഓക്കെ, CDന്റെ ഫുൾ ഫോം എന്താണ്, കോമ്പാക്ട് ഡിസ്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആയിട്ട് ഇവിടെ പറയാനുള്ളതാണ് LCD. ഓക്കെ, ചില ഷോർട്ട് ഫോംസ് കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്നത് ഇതിൽ 4 എണ്ണായിരിക്കും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. 4 ഷോർട്ട് ഫോംസ് ആയിരിക്കും. അതായത് 1/2 മാർക്ക് വെച്ചിട്ട് 2 മാർക്ക് വീതം വരുന്ന എക്സ്പാൻഷൻ ഫോം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന് മാക്സിമം നമുക്ക് വരാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് LCD എന്താണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. RAM ഗോസ് ടു എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി. RAM റാൻഡം ആക്സസ് മെമ്മറി. ദെൻ URL യൂണിഫോം റിസോഴ്സ് locator. Then FTP എന്താണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ DNS ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. CPU എന്താണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ GUI. എന്താ GUI എന്ന് പറയുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. GUI പറഞ്ഞാൽ എന്താണ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഓക്കെ, ദെൻ HTML. HTML എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദെൻ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ WWW എന്താണ്, വേൾഡ് വൈഡ് വെബ്. ഓക്കെ, നമ്മൾ മെയിൻലി നമ്മളെല്ലാവരും ഗൂഗിളിലൊക്കെ നമ്മൾ ഓരോ സൈറ്റിൽ ഇതാക്കുമ്പോൾ WW എന്നൊക്കെ കാണാറുണ്ട് അല്ലേ. നമ്മൾ എന്താണ് ഫുൾ ഫോം എന്നൊന്നും ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ എന്താണ് WWW പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ദെൻ POP. 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ഷോർട്ട് ഫോം കീ ആണ് കേട്ടോ. POP എന്താണ്, POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. POP എന്താണ്, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ISDN. ISDN എന്താണ്, ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഓക്കെ, ISDN എന്താണ്, ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഓക്കെ, ദെൻ DSL എന്താണ്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. DSL ഗോസ് ടു ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ദെൻ ലാസ്റ്റ് വൺ ALU. ALU എന്താണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ALU ഗോസ് ടു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ കുറച്ച് ഷോർട്ട് കീസ്, ഓക്കെ, മാക്സിമം വരുന്ന ഷോർട്ട് കീസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ALU, DSL, ISDN, POP, WW. ഓക്കെ, ഇതൊക്കെയാണ് മാക്സിമം നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 6 ഷോർട്ട് കീസ് ഒരിക്കലും എന്ത് ചെയ്ത് വിട്ട് കളയരുത്. ഓക്കെ, മാക്സിമം കഴിയുന്ന അത്ര നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഈസി ആണ് ഷോർട്ട് ഫോംസ് ആയിട്ട് വരുന്നത്.
ഓക്കെ. ദെൻ സെക്കൻഡ് ആയിട്ട് ഇവിടെ വരുന്നത് നമുക്ക് ഡെഫിനിഷൻ, ഡിഫൈൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ദാറ്റ് ഈസ് ALU. എന്താ ALU എന്ന് പറഞ്ഞാൽ നമ്മൾ ALU മെയിൻലി എന്തിനാ എടുക്കുക? നമ്മൾ ദാറ്റ് ഈസ് ഗണിത ക്രിയശാസ്ത്രമായിട്ടുള്ള ഇത് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ അഡീഷൻ ആവാം, സബ്സ്ട്രാക്ഷൻ ആവാം, ഡിവിഷൻ ആവാം, നമ്മൾ കമ്പാരിസൺ ആയിട്ട് നടത്താം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ഇതാണ് എന്തെന്ന് പറയണേ, യൂണിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്, ദാറ്റ് ഈസ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഓക്കെ, ALU എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മേജർ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ALU ആർ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ലോജിക് ആൻഡ് കമ്പാരിസൺ. ഓക്കെ, ഇതാണ് ALU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫോണ്ട് ഫേസ്. എന്താ ഫോണ്ട് ഫേസ് എന്ന് പറഞ്ഞാൽ? ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വേർഡൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോന്ന് എഴുതൂലേ, എഴുതുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, എനിക്കിപ്പോൾ അത് ഇഷ്ടമായില്ല, അപ്പം നമ്മൾ വേറെ ഫോണ്ടിലേക്ക് മാറ്റും, അതായത് വേറെ കർസീവ് ലെറ്റേഴ്സിലേക്ക് മാറ്റും. ഇനി അതില്ലെങ്കിൽ നമ്മൾ വേറെ, ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈംസ് ന്യൂ റോമൻ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയൽ ബ്ലാക്ക്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഓരോ ഫോണ്ടുകളാണ്, ഓരോ മോഡൽ ഓഫ് ഫോണ്ടുകളാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ബേസിക് ടൈപ്പ് ഫേസ്, ഓക്കെ, ഓരോ വേർഡ്സും ഡിസ്പ്ലേ ചെയ്യുന്ന ബേസിക് ടൈപ്പ് ഫേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഫോണ്ട് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ആയിട്ട് അടുത്തത് പറയുന്ന ഒരു ഇതാണ് ഡാറ്റ സോഴ്സ്. എന്താ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം മെയിൽ മെർജിൽ വരുന്ന, നമ്മളെ മെയിൽ മെർജിൽ വരുന്ന ഒരു ഇതാണ്, അതായത് ഒരു കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. എന്താ മെയിൽ മെർജ് പറഞ്ഞാൽ? നമുക്കറിയാം മെയിൽ മെർജ് പറഞ്ഞാൽ ഒരേ സമയം എന്താണ്, ദാറ്റ് ഈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരേ സന്ദേശം ഒരേ ടൈമിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, മെയിൽ മെർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ്, ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറഞ്ഞത്, ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. സോ ഡാറ്റ സോഴ്സ് എന്തൊക്കെയാണ് പറയുന്നത് ഇതിൽ? ഇറ്റ് ഈസ് ദ ഫയൽ ദാറ്റ് യു കണ്ടെയ്ൻ ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓർ എനി അതർ ഇൻഫോർമേഷൻ ദാറ്റ് വാരി വിത്ത് ഈച്ച് വേർഷൻ ഓഫ് മെയിൽ മെർജ് ഡോക്യുമെന്റ്. അതായത് മെയിൽ മെർജ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ വരുന്ന ഓരോ ആളുകളുടെയും നെയിംസും അഡ്രസ്സും അടങ്ങിയിട്ടുള്ള, അവരെ എല്ലാ ഇൻഫോർമേഷൻസും അടങ്ങിയിട്ടുള്ള ആ ഒരു ഫയലിൽ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡാറ്റ സോഴ്സ് എന്താണ്? ഒരു ഫയലാണ് ദാറ്റ് യു കണ്ടെയ്ൻ നെയിംസ്, അഡ്രസ് ഓർ എനി അതർ ഇൻഫോർമേഷൻ. നെയിമും ഉണ്ട്, അഡ്രസ്സും ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, എനി അതർ ഇൻഫോർമേഷൻസിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് ഫംഗ്ഷൻ ആണ്. എന്താ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒരു പ്രീ പ്രോഗ്രാംഡ് ഫോർമുലാസ്, നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളും പെർഫോം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രീ പ്രോഗ്രാംഡ് ഫോർമുലാസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫംഗ്ഷൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രീ പ്രോഗ്രാംഡ് ഫോർമുലാസ് യൂസ്ഡ് ടു പെർഫോം കാൽക്കുലേഷൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രീ പ്രോഗ്രാംഡ് ഫോർമുലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത്, ടൈറ്റിൽ സ്ലൈഡ്. എന്താ ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്നത്? ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ദ ഓപ്ഷൻ യൂസ്ഡ് ഫോർ ബിഗിനിങ് പ്രസന്റേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈറ്റിലായിട്ട് ആദ്യം കൊടുക്കും അല്ലേ? ആ ഒരു സ്ലൈഡ് ടൈറ്റിലായിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓപ്ഷൻ യൂസ്ഡ് ഫോർ ബിഗിനിങ് ദ പ്രസന്റേഷൻ. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഡിഫൈൻ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെ പറഞ്ഞു? ഫംഗ്ഷൻ പറഞ്ഞു, ടൈറ്റിൽ സ്ലൈഡ് പറഞ്ഞു, ഫോണ്ട് ഫേസ് പറഞ്ഞു, ഡാറ്റ സോഴ്സ് പറഞ്ഞു, ആൻഡ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് പറഞ്ഞു. ഇതുവരെ ക്ലിയർ അല്ലേ? ഓരോ ടേമുകളും നിങ്ങൾക്ക് എഴുതാട്ടോ. അതായത് മുഴുവനായിട്ട് ഇംഗ്ലീഷിൽ എഴുതണം എന്നില്ല, നിങ്ങളെ വേർഡ്സിൽ ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ആക്കിയിട്ട് എഴുതണം. ഇനി ഒരു പ്രോബ്ലം അല്ല കേട്ടോ ഡാറ്റ എൻട്രിയിൽ. അപ്പൊ എന്താണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് പറഞ്ഞു, ഫോണ്ട് ഫേസ് പറഞ്ഞു, ഡാറ്റ സോഴ്സ് പറഞ്ഞു, ഫംഗ്ഷൻ പറഞ്ഞു, ടൈറ്റിൽ സ്ലൈഡ് പറഞ്ഞു. ഓക്കെ, ദെൻ ദ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്, ഡിസ്ക്രൈബ് ദ ഫോളോയിങ്. നമ്മൾ ഓരോന്നും ഒരു 2-3 വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതായത് കുറച്ചൊക്കെ ഒരു ഇതിൽ എഴുതിയണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രൈബിൽ പറയുന്നത്. ഓക്കെ, ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ഫോംസ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഡാറ്റയിൽ. കാരണം 30 മാർക്കിനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സ്ലൈഡ് ഡിസ്ക്രൈബിൽ എന്താ പറയുന്നത്, സ്ലൈഡ് ഷോ വ്യൂ. ഫസ്റ്റ് വൺ ആണ് സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്നത് സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതെന്താണ്,
സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ വ്യൂ ദാറ്റ് യൂസിങ് ടു പ്രിവ്യൂ യുവർ പ്രസന്റേഷൻ ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ക്രീന് മുഴുവനായിട്ട് അത് കാണാൻ സാധിക്കുന്ന ആ ഒരു സ്ലൈഡ് ഷോനെയാണ്, ആ സ്ലൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ വ്യൂ ദാറ്റ് യൂസിങ് ടു പ്രിവ്യൂ യുവർ പ്രസന്റേഷൻ ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റീസൈക്കിൾ ബിൻ. ഓക്കെ, എന്താ റീസൈക്കിൾ ബിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡിലീറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അതായത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല. അതെല്ലാം എവിടെ ഉണ്ടായിരിക്കും, എവിടെ പോയിട്ടുണ്ടായിരിക്കും, റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ എന്ത് ചെയ്യും, മുഴുവനായിട്ട് അതുണ്ട്, അതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മൾ റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആകുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? റീസൈക്കിൾ ബിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഡിലീറ്റഡ് ഫയൽസ് folders are stored in the recycle bin till they are permanently removed from it. ഓക്കെ, നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ എവിടെയായിട്ടാണ് സ്റ്റോർ ചെയ്യുക? റീസൈക്കിൾ ബിന്നിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഈ റീസൈക്കിൾ ബിന്നിൽ നിന്നായിരിക്കും പിന്നീട് എന്ത് ചെയ്യുക, അതായത് പെർമനന്റ്ലി റിമൂവ് ചെയ്യപ്പെടുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, the next one ആണ് ബ്രൗസർ. ഓക്കെ, ബ്രൗസർ എന്താ പറയുന്നത്? എ വെബ് ബ്രൗസർ ഈസ് ദ സോഫ്റ്റ്വെയർ പ്രോഗ്രാം യൂസ്ഡ് ടു ആക്സസ് ദ വേൾഡ് വൈഡ് വെബ്. എന്താ വെബ് ബ്രൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് വേൾഡ് വൈഡ് വെബ്, അതായത് എന്താണ്, നമുക്ക് ഈ ലോകം മുഴുവൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ എവിടെ പോവാ, നമ്മൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്ത് നോക്കുക ചെയ്യുക. അപ്പൊ എന്താണ്, ആ ഒരു നമ്മളെ ഈ ലോകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്ത് വേൾഡ് വൈഡ് വെബ് ചെയ്തിട്ട് നമുക്കുള്ള ആ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് എന്ത്, വെബ് ബ്രൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ബ്രൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇവിടെ പറയുന്നത് മിനിമം ഫംഗ്ഷൻ. എന്താ മിനിമം ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിനിമം ഫംഗ്ഷൻ പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ദ മിനിമം ഓഫ് ദ നമ്പേഴ്സ്. നമ്പേഴ്സിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, അതാണ് മിനിമം നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോവസ്റ്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് എന്താണ്, നമ്പേഴ്സിലെ ഏറ്റവും മിനിമം നമ്പർ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറഞ്ഞത്? ദാറ്റ് ഈസ് മിനിമം ഫംഗ്ഷൻ. MIN എന്നാണ് പറയട്ടോ, മിനിമം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അലൈൻമെന്റ്. എന്താ അലൈൻമെന്റ് ചെക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു ടേം എഴുതി കഴിഞ്ഞാൽ എനിക്കത് റൈറ്റ് സൈഡിലേക്ക് മാറ്റണം, അഥവാ അത് സെന്ററിലേക്ക് മാറ്റാനോ അത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൂൾ ഓഫ് പ്രോഗ്രാമിന് പറയുന്ന പേരാണ് എന്ത്, അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ദ ടെക്സ്റ്റ് ക്യാൻ ബി അലൈൻഡ് ടു ദ ലെഫ്റ്റ്, സെന്റർ ഓർ റൈറ്റ് സൈഡ് ഓഫ് ദ പേജ്. ആ ഒരു പേജിൽ വരുന്ന റൈറ്റ് സൈഡിലായിട്ടോ അല്ലെങ്കിൽ സെന്ററിലായിട്ടോ ലെഫ്റ്റിലായിട്ടോ നമുക്ക് ആ ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ പറ്റുന്നത് ഏത് ടൂൾ ബാർ ഉപയോഗിച്ചിട്ടാണ്? അലൈൻമെന്റ് ഉപയോഗിച്ചിട്ടാണ്. ദാറ്റ് യു മീൻ ബൈ അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഡിസ്ക്രൈബ് ആണ് പറഞ്ഞത് അല്ലേ? നമ്മൾ എക്സ്പാൻഷൻ പറഞ്ഞു, ഡിഫൈൻ പറഞ്ഞു, ദെൻ ഡിസ്ക്രൈബിലേക്ക് എത്തില്ലേ? ഡിസ്ക്രൈബിൽ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? മിനിമം ഫംഗ്ഷൻ പറഞ്ഞു, അലൈൻമെന്റ് പറഞ്ഞു, റീസൈക്കിൾ ബിന്ന് പറഞ്ഞു, ബ്രൗസർ പറഞ്ഞു, സ്ലൈഡ് ഷോ വ്യൂ നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ ആണെങ്കിൽ എല്ലാവരും തംസപ്പ് എടുത്തോളൂ. ഓക്കെ, ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, നമ്മളെ ഷോർട്ട് നോട്ടിലേക്കാണ് നെക്സ്റ്റ് ഫോർത്ത് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഷോർട്ട് നോട്ട് എഴുതാനാണ് വരിക. ഓക്കെ, ഷോർട്ട് നോട്ട് എഴുതാൻ എന്തൊക്കെയുണ്ടായിരിക്കുക? ഫസ്റ്റ് വൺ ആയിട്ട് ഇവിടെ പറയുന്നതാണ് റൈറ്റ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ. ഒരു ന്യൂ ഫോൾഡർ, ഒരു പുതിയ ഫോൾഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സുകളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഇത് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മളിവിടെ പറയുന്ന വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതായത് നമ്മൾ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മളെ ലൊക്കേഷൻ, എവിടെയാണോ നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്, ആ ലൊക്കേഷൻ എവിടെയാണോ നമ്മൾ നാവിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഫോൾഡർ ഉണ്ടാക്കേണ്ടത് അവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ മൗസിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു ചെറിയ ടൂൾ ബാർ ബോക്സ്, ഒരു ബോക്സ് അപ്പിയർ ആവും. ആ ബോക്സിൽ എന്തുണ്ടാവും? ന്യൂ എന്നുണ്ടാകും. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത ഫോൾഡർ. ഓക്കെ, നമ്മൾ ന്യൂ ഫോൾഡർ എടുത്തു. ന്യൂ ഫോൾഡർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു നെയിം കൊടുക്കും. ദെൻ എന്ത് ചെയ്യും? പ്രസ് എൻ്റർ. ഓക്കെ, എന്താ പറയുന്നത്? ഓപ്പൺ ഫയൽ എക്സ്പ്ലോറർ, നാവിഗേറ്റ് ദ ലൊക്കേഷൻ വേർ യു വാണ്ട് ടു ക്രിയേറ്റ് ദ ന്യൂ ഫോൾഡർ, ദെൻ റൈറ്റ് ക്ലിക്ക് ആൻഡ് എംപ്റ്റി ഏരിയ ആൻഡ് സെലക്ട് ന്യൂ ഫോൾഡർ, ദെൻ ടൈപ്പ് ദ നെയിം ഫോർ ദ ഫോൾഡർ ആൻഡ് പ്രസ് എൻ്റർ. സിമ്പിൾ ആണ്. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിതിൽ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ദ നെക്സ്റ്റ് വൺ ആണ് ഡിസ്ക്രൈബിൽ വരുന്നത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. എന്താ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അസിസ്റ്റ് ചെയ്യാനും നമുക്ക് വേണ്ടത്ര റിസോഴ്സസ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ ദാറ്റ് ഈസ് നമ്മളെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ് എന്ത് ഒരു അസിസ്റ്റൻസ് പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ വേർഡ് എടുത്താലും എക്സൽ എടുത്താലും എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളത് കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് ടു അസിസ്റ്റൻസ് ആൻഡ് റിസോഴ്സസ് പ്രൊവൈഡഡ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ് to address their needs, resolve issues or achieve their goals. Okay, ഇതാണ് എന്തിൽ പറയുന്നത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് പറയുന്നതാണ് ഇറ്റ് റെഫേഴ്സ് ദ അസിസ്റ്റൻസ് ആൻഡ് റിസോഴ്സസ് പ്രൊവൈഡ് ദ ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ ടു അഡ്രസ് ദെയർ നീഡ്സ്, റിസോൾവ് ഇഷ്യൂസ് ഓർ അച്ചീവ് ദെയർ ഗോൾസ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഏതിൽ വരിക, നമുക്ക് ഷോർട്ട് നോട്ട് എഴുതാൻ വരിക. ഓക്കെ, ഷോർട്ട് നോട്ട് എഴുതാൻ 2 ടേം ആയിട്ട്, അതായത് എ ബി പറഞ്ഞ സബ് ക്വസ്റ്റ്യൻ ആണ് വരിക. അതിൽ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് ഏതാണ്, നമ്മൾ ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ പറഞ്ഞു. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിലാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് ഇതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ്. ഓക്കെ, ഇതിലും 2 ടേമുകളായിട്ട് എ ബി ആയിട്ടാണ് വരിക കേട്ടോ. നമ്മളിവിടെ എന്താ ഡിഫറൻസ് താരതമ്യപ്പെടുത്താനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, കോപ്പി ആൻഡ് കട്ടാണ്. ഓക്കെ, എന്താ പറയുന്നത്, കോപ്പി ആൻഡ് കട്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, കോപ്പി ആൻഡ് കട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് മൂവിങ് ടെക്സ്റ്റ് മീൻസ് റിമൂവിങ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഫ്രം ഒറിജിനൽ ലൊക്കേഷൻ ആൻഡ് പ്ലേസ് ഇറ്റ് എ ന്യൂ ലൊക്കേഷൻ. എന്താ കട്ട് പറഞ്ഞാൽ, അഥവാ കട്ടിന് പറയുന്ന മറ്റൊരു പേരാണ് മൂവ് എന്ന് പറയുന്നത്. നമ്മൾ ഉള്ള സ്ഥലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒറിജിനൽ സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്, പെർമനന്റ് ആയിട്ട് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് മൂവ് മീൻസ് റിമൂവിങ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഫ്രം ഒറിജിനൽ ലൊക്കേഷൻ ആൻഡ് പ്ലേസ് ടു എ ന്യൂ ലൊക്കേഷൻ. മറ്റൊരിടത്തേക്ക് അതിനെ മുഴുവനായിട്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കോപ്പി പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉള്ള ടെക്സ്റ്റിൽ നിന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടെക്സ്റ്റ് എന്ത് ചെയ്യാം, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക. അതായത് എന്താ, നമ്മൾ എന്ത് ചെയ്യാം, ഒറിജിനൽ ടെക്സ്റ്റിനെ അവിടെ വെച്ചിട്ട് മറ്റൊരു ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനാണ് എന്ത് പറയുന്നത്, കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോപ്പിങ് എന്താണ്, copying means making a duplicate of the selected text and inserting it elsewhere. Okay, while keeping the original text is unchanged. Clear ayo? ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ആണ് ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജിൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഭാഷയുടെ അതായത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് എന്ത് ചെയ്യണം, മെഷീന് മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനോട് അത്രയും അടുത്ത് ഇടപെട്ടിട്ടുള്ള ആ ഒരു ഭാഷയെയാണ് എന്ത് പറയുന്നത്, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജ് എന്താണ്, ലോ ലെവൽ മീൻസ് ദ ക്ലോസ്നെസ് ടു ദ വേ ഇൻ വിച്ച് ദ മെഷീൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതിൽ വരുന്നത് എന്ത്, മെഷീൻ ലാംഗ്വേജും. ഓക്കെ, മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാട്ടോ. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ്. അപ്പൊ എന്താണ്, ലോ ലെവൽ താഴെ ഗഡിയിലുള്ള ഭാഷ എന്നൊക്കെയാണ് പറയാട്ടോ. ഓക്കെ, ഇതെന്താണ്, ക്ലോസ്നെസ് ടു ദ വേ ഇൻ വിച്ച് മെഷീൻ അണ്ടർസ്റ്റാൻഡ്, അതായത് നമ്മളെ മെഷീന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും അതിനോട് അടുത്ത് ഇടപെട്ടിട്ടുള്ള ഭാഷയാണ് ലോ ലെവൽ ഭാഷ, അഥവാ ലോ ലെവൽ മീൻസ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ അതേപോലെ വരുന്ന ഒന്നാണ് എന്ത്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ഇൻഡിപെൻഡന്റ് ആൻഡ് പ്രോഗ്രാമിംഗ് ബിക്കം ക്വൈറ്റ് ഈസി ആൻഡ് സിമ്പിൾ. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഉന്നത ഭാഷയാണ് എന്ത് പറയുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഉന്നത ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടറിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് എന്താണ്, കമ്പ്യൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാകാനും പെട്ടെന്ന് ഈസി ആയിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഭാഷകളെയാണ് എന്ത് പറയുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് ഏതൊക്കെ, 5 ടൈപ്പുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, കൊബോൾ ഉണ്ട്, ഫോർട്രാൻ ഉണ്ട്, സി ഉണ്ട്, C++ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്, ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്നത്. ഓക്കെ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ആ ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ,
സോ ബാക്ക് ടു യുവർ ക്ലാസ്. നമുക്ക് നോക്കാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ ഡിഫറൻസിയേഷൻ ആണ് പറഞ്ഞത് അല്ലേ. ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും ഏതാന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? മിനിഷ ഈസ് ലേണിംഗ് ദ ഇന്റർനെറ്റ് ആൻഡ് ഷീ ഈസ് നോട്ട് അവെയർ ഓഫ് ഹൗ ടു കണക്ട് വിത്ത് എ വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? മിനിഷ എന്താണ് ഇന്റർനെറ്റ് ലേൺ ചെയ്യുന്നത്, അതായത് ഇന്റർനെറ്റ് ഇത് നോക്കുകയാണ് അല്ലേ. പക്ഷെ അവൾക്ക് എന്തില്ല, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ആയിട്ട് നെറ്റ് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ സ്റ്റെപ്സ് ടു ഹെൽപ്പ് ഹെർ ഫോർ കണക്ടിങ് ദ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് എന്ത് ചെയ്യാണ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഓപ്പൺ ദ വെബ് ബ്രൗസർ. ആൻഡ് സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏതാണോ ഇത് വേണ്ടത്, ഏതാണ് അഡ്രസ് എന്നുണ്ടെങ്കിൽ അതിന്റെ വെബ്സൈറ്റ് അഡ്രസ് നമ്മൾ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എൻ്റർ അടിക്കും. ദെൻ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 4 എന്താണ്? നമ്മൾ ആ ഒരു വെബ്സൈറ്റ് നാവിഗേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? നമ്മൾ വെബ് ബ്രൗസർ ഓൺ ചെയ്യുന്നു, നമ്മൾ ഏതാണ് വെബ്സൈറ്റ് അഡ്രസ് എന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുന്നു. ദെൻ നമ്മൾ പ്രസ് എൻ്റർ ആൻഡ് നാവിഗേറ്റ് ദ വെബ്സൈറ്റ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? നമ്മൾ സ്റ്റെപ്സ് ഫോർ ഹെൽപ്പ് ഫോർ ദ കണക്ടിങ് ദ വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ട് ഉള്ളതാണ്. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? സോൾവ് ദ ഗിവൺ എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഫോർമേഷൻ. ഇവിടെ പറയുന്നുണ്ട് A1 if A1 equal to 20, B1 equal to 60, C1 equal to 30, D1 equal to 40. Okay, find the result of expression that is A1 into D1 by 2 പ്ലസ് B1 into C1 by 6. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് A1 20 പറഞ്ഞിട്ടുണ്ട്, B1 60 പറഞ്ഞിട്ടുണ്ട്, C1 30 പറഞ്ഞിട്ടുണ്ട്, D1 40. നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ആ എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ A1 into D1, ആ ഇൻറ്റു എന്നുള്ളത് മാർക്ക് ഇൻറ്റു ആണ്. ദെൻ ബൈ എന്നുള്ളത് ഇങ്ങനെ വരുന്നത് by 2 പ്ലസ് B1 into C1 by 6. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ഇടണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിന്റെ കൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഒരു ബുക്കും പെന്നൊക്കെ എടുത്തോളൂ. ഇപ്പൊ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? ഒരു ബുക്ക് പെന്നൊക്കെ എടുത്തോളൂ. അല്ലെങ്കിൽ മൊബൈലിൽ ചെയ്യാനും നോ പ്രോബ്ലം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. 100% ഷുവർ ആണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും കേട്ടോ. ഓക്കെ, എന്തായാലും ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ പറയുന്നത് A1 into D1. നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷൻ എടുക്കുകയാണ്. A1 into D1. A1 എത്രയാണ്? 20 into D1 ഇവിടെ എത്രയാണ്? 40. അപ്പൊ എത്രയാണ്? 20 into 40 നമുക്ക് കിട്ടിയ എത്ര? 800. ഓക്കെ, 800. ഓക്കെ, ദെൻ ബൈ 2. അപ്പൊ 800ന്റെ 2 എന്താണ്? ബൈ 2 എന്താണ്? 400 ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടി. പ്ലസ് 400 പ്ലസ് നെക്സ്റ്റ് എന്താണ്? B1 into C1. B1 നമുക്കറിയാം 60 ആണ്, C1 30 ആണ്. ഓക്കെ, എന്താണ് വരിക? 60 into 30 അറിയുന്നത് എത്രയാണ്? 60 into 30 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 1800. ഓക്കെ, 1800 ആണ്. ബൈ 6. ഓക്കെ, ബൈ 6 നമ്മൾ ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടുക? 300 കിട്ടും. ഓക്കെ, എത്ര കിട്ടുക? 300 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എത്ര കിട്ടിയത്? 400 ആണ് കിട്ടിയത്. ഇപ്പൊ 300 കിട്ടുക. അപ്പൊ ടോട്ടൽ എത്രയാണ് വരുന്നത്? 400 പ്ലസ് 300 എത്രയാണ് വരിക? ആൻസർ ഈസ് എത്രയാണ്? 700. ഓക്കെ, ദ ആൻസർ ഈസ് എത്രയാണ് വരിക? ദാറ്റ് ഈസ് ആൻസർ എത്ര നമുക്ക് വരുന്നത്? 700 ആണ് കേട്ടോ വരിക. ആൻസർ 700 ആണ് വരിക. ഓക്കെ, കണ്ടോ ആൻസർ ഇവിടെ കണ്ടിട്ടുണ്ട്. ദ റിസൾട്ട് ഓഫ് എക്സ്പ്രഷൻ 700. ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുക? ആ ഇൻറ്റു ഇത് എന്നുള്ളത് ആ ഇതിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? അതായത് ആ ഒരു ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തന്നെ കൂട്ടി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻസ് വരുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ 700 കിട്ടി. ഓക്കെ, ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. ഇഫ് M1 2 ആണ്, N1 3 ആണ്, P1 5 ആണ്. അങ്ങനെയാണെങ്കിൽ M1 into N1 into P1 by 5 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, M1 2 ആണ് നമുക്കറിയാം. ഓക്കെ, ഇൻറ്റു N1 എത്രയാണ്? 3 ആണ് നമുക്ക്. അപ്പൊ 2 into 3 ഇൻറ്റു P1 എത്രയാണ്? 5 ആണ് നമുക്കറിയാം. അപ്പൊ ടോട്ടൽ എത്ര വരിക? എത്ര ആയിരിക്കും വരിക? 2 into 3 into 5 എത്ര വരിക? ദാറ്റ് ഈസ് 30 വരിക. ഓട്ടെ, എന്താ വരിക? 30. ഓക്കെ, ബൈ 5. ഓക്കെ, ബൈ 5 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ 30 by 5 എത്ര വരിക? ആൻസർ ഈസ് 6. ഓക്കെ, സോ ദ ആൻസർ എത്രയാണ്? 6 ആണ് വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഈ താഴെയായിട്ട് ആൻസർ കണ്ടില്ലേ? എത്രയാണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്? M1 into N1 2 into 3 into 5 is equal to 30. അല്ല, അറ്റ് ലാസ്റ്റ് 30 by 5 equal to the result of expression is 6. സിമ്പിൾ ആണോ?
വലിയ ടഫ് ഉണ്ട് ഇത് പഠിക്കാൻ. ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചിട്ട് കാണട്ടെ നിങ്ങളിത്. നിങ്ങൾ ഒന്നും നോക്കണ്ട, ആ എക്സ്പ്രഷനിലേക്ക് എന്ത് ചെയ്താൽ മതി, ആ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. അല്ലാതെ ഇത് എന്താണ് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് മാത്സ് ഒക്കെ വരുമോ ഡാറ്റ എൻട്രിയിൽ, ഇത് എന്താ മാത്സ് ഒക്കെ വന്നിട്ടുള്ളത് എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ആ എക്സ്പ്രഷനിലേക്ക് എന്ത് ചെയ്താൽ മതി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. നമുക്ക് സിമ്പിൾ ആയിട്ട് 3 മാർക്ക് സ്കോർ ചെയ്തൂടെ? ഇത് ആരെങ്കിലും വിടുവോ? ഇത് 3 മാർക്കുള്ളൂ. ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇത് രണ്ടാമത്തെ ആൻസർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എക്സ്പ്രഷനെ ഒന്ന് നോക്കി വെക്കുക. നമ്മൾ മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 2, 3, 5 ഇൻറ്റു ചെയ്തിട്ട് ബൈ 5 കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ദ റിസൾട്ട് ഓഫ് എക്സ്പ്രഷൻ 6 കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ ഇൻസേർട്ടിങ് എ ന്യൂ ടെക്സ്റ്റ് ബോക്സ് ഇൻ എ സ്ലൈഡ്. എന്താ ക്വസ്റ്റ്യന്? റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ ഇൻസേർട്ടിങ് എ ന്യൂ ടെക്സ്റ്റ് ബോക്സ് ഇൻ എ സ്ലൈഡ്. എന്താ പറയുന്നത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരു പുതിയ ടെക്സ്റ്റ്, ഒരു സ്ലൈഡിന്റെ ഉള്ളിൽ പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നാണ് സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് വരുന്നത്? സെലക്ട് ദ സ്ലൈഡ്. എന്താ വരുന്നത്? സെലക്ട് ദ സ്ലൈഡ്. നമുക്ക് വേണ്ട സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ചൂസ് ദ സ്ലൈഡ് വേർ യു വാണ്ട് ടു ആഡ് ദ ടെക്സ്റ്റ് ബോക്സ്. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാനുള്ള ഏത് സ്ലൈഡ് ആണെന്നുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ടാബിലേക്ക് പോവുക. ഓക്കെ, ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ് ഓൺ ദ റിബൺ. റിബൺ എന്ന് പറഞ്ഞാൽ മേലുള്ള ടൂൾ ബാറിന് മുഴുവൻ റിബൺ ആണെന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻസേർട്ട് ടാബ് എടുത്തിട്ട് റിബണിൽ നിന്ന് ഇൻസേർട്ട് ടാബ് എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലിക്ക് ഓൺ ടെക്സ്റ്റ് ബോക്സ്. അതിലുള്ള ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ടെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ടെക്സ്റ്റ് ബോക്സ്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ, ഡ്രോ ദ ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദ സ്ലൈഡ് ടു ഷോ ഡ്രോ ദ ടെക്സ്റ്റ് ബോക്സ് ഇൻ ദ ഡിസൈർഡ് സൈസ്. നമുക്ക് എത്ര സൈസിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ആ സ്ലൈഡ് കൊണ്ടുപോയി മൗസ് വെച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ എന്താണ്, ടൈപ്പ് യുവർ ടെക്സ്റ്റ്. ക്ലിക്ക് ഇൻസൈഡ് ദ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ടൈപ്പ് യുവർ ടെക്സ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുക, അതായത് ടെക്സ്റ്റ് ബോക്സ് എന്ത് ചെയ്യുക, ഒരു സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, സിമ്പിൾ സ്റ്റെപ്സ് ആണ്. എന്തൊക്കെയാണ്? സെലക്ട് ദ സ്ലൈഡ്, ഗോ ടു ദ ഇൻസേർട്ട് ടാബ്, ക്ലിക്ക് ഓൺ ദ ടെക്സ്റ്റ് ബോക്സ്, ഡ്രോ ദ ടെക്സ്റ്റ് ബോക്സ്, ടൈപ്പ് യുവർ ടെക്സ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, പ്രയാസമൊന്നും ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ദ ഫോളോയിങ് ടെക്സ്റ്റ് ഈസ് പ്രൊവൈഡഡ് ടു യു, റൈറ്റ് ദ സ്റ്റെപ്സ് ടു പെർഫോം ദ ഡിസൈർഡ് ടാസ്ക് ഗിവൺ ആഫ്റ്റർ ദ ടെക്സ്റ്റ്. ഇവിടെ ഒരു ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റിന് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമുക്ക് അതിന്റെ താഴെയുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി നോക്കേണ്ടത്. എന്നാൽ പോലും ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. നമുക്ക് Ever since she burst into the scene by making it to 1980 Moscow Olympics as a 16-year-old, PT Usha's tall deeds have exemplified Indian sporting excellence. The sprint queen was so consistent for over a decade that she was truly the flag bearer who helped countrymen live the dream of rare sporting excellence in the international arena. Okay, എന്താണ് ഇവിടെ പറയുന്നത്? ടെക്സ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 3 സബ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് പറയുന്നത്? To make the heading center aligned, to add page number, to increase the line spacing to 24 point. Okay, ഇവിടെ പറയുന്നത് ഫസ്റ്റ് എന്താ, നമ്മൾ ഹെഡിങ് സെന്റർ അലൈൻമെന്റ് ആക്കണം. അതായത് നമുക്ക് ഹെഡിങ് ഉള്ളത് നമ്മൾ ഹെഡിങ് ചേർത്തിട്ട് അത് അലൈൻമെന്റ് ക്ലിയർ ആക്കണം എന്നാണ് പറയുന്നത്, അത് സെന്ററിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണോ നമ്മളെ ഹെഡിങ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഗോൾഡൻ ഗേൾ. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിന് നമുക്ക് ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കുക? ഗോൾഡൻ ഗേൾ. കാരണം പി ട്യൂഷന്റെ ഒരു ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഗോൾഡൻ ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ ഹെഡിങ് ഉണ്ട്, ഗോൾഡൻ ഗേൾ ഹെഡിങ് ഉണ്ട്. നമ്മൾ ആ ഹെഡിങ് കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഹോം ടാബ് പോവുക. നമ്മൾ റിബണിലുള്ള ഹോം ടാബ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അലൈൻമെന്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അലൈൻമെന്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ, ക്ലിക്ക് ഓൺ ദ അലൈൻമെന്റ് ബട്ടൺ ഇൻ ദ പാരഗ്രാഫ് ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് സെന്റർ അലൈൻമെന്റ്. നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ സെന്റർ അലൈൻമെന്റിൽ 3 ടൈപ്പാണ്. സെന്റർ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ സെന്റർ അലൈൻമെന്റിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡിങ് എവിടെ എത്തും? സെന്ററിലേക്ക് എത്തും. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഏതാണോ ഹെഡിങ് അത് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു, ഹോം ടാബിലേക്ക് പോകുന്നു, അലൈൻമെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യും? സെന്റർ അലൈൻമെന്റ് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്നിട്ട് ബി ക്വസ്റ്റ്യൻ പോവല്ലേ? സബ് ക്വസ്റ്റ്യൻ ബി എന്താ പറയുന്നത്? To
ആഡ് പേജ് നമ്പർ. പേജ് നമ്പർ ആഡ് ചെയ്യാൻ നമ്മൾ എന്താ ടെക്സ്റ്റ് എടുക്കുക? ഹെഡിങ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ടൂളാണ് എടുക്കുക? ഹെഡർ ആണ് എടുക്കുക. ഓർമ്മ ഉണ്ടോ? ഹെഡർ ആണ് കേട്ടോ. ഹെഡിങ് ആഡ് ചെയ്യാൻ ഹെഡർ ആണ് എടുക്കുക. അതേപോലെ നമ്മൾ പേജ് നമ്പർ താഴെയാണ് ആഡ് ചെയ്യുക. താഴെ ആഡ് ചെയ്യാൻ ഏതെടുക്കുക? ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹെഡർ ഈസ് ഫൂട്ടർ. ഓക്കെ, ഫൂട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫൂട്ടർ എടുക്കാനില്ലേ. നമുക്ക് ഒന്നെങ്കിൽ ഫൂട്ടർ എടുത്തിട്ട് ചെയ്യാം. ഇവിടെ വേറെ ഇതിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യുക? ഫൂട്ടർ എടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസേർട്ട് പോയിട്ട് അവിടെ ഫൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫൂട്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് അവിടെ അപ്പിയർ ആകും. ആ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം? പേജ് നമ്പർ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഓക്കെ അടിച്ചാൽ മതി. ഓക്കെ, എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ ഇൻസേർട്ട് ടാബ് പോകുന്നു. ഇൻസേർട്ട് ടാബിൽ എന്തുണ്ടാകും? പേജ് നമ്പർ ബട്ടൺ ഉണ്ടാവും. ഹെഡർ ആൻഡ് ഫൂട്ടറിൽ പേജ് നമ്പർ ബട്ടൺ ഉണ്ടാകും. ആ നമുക്ക് ഏത് പേജിലാണ്, ഏത് പൊസിഷനിലാണ്, എവിടെയാണോ നമുക്ക് പേജ് നമ്പർ ആഡ് ചെയ്യേണ്ടത് അവിടെ പോയി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പേജ് നമ്പർ ഫോർമാറ്റ് നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എന്താ? ഗോ ടു ദ ഇൻസേർട്ട് ടാബ്, ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ് ഇൻ ദ റിബൺ, then click on the page number button, click on the page number button in the header and footer group, then select the page number position. Okay, select the position where you want to add the page number. Then next choose a page number format, that is choose a page number format from the available options. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പേജ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? Then next നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. സി ക്വസ്റ്റ്യൻ എന്താണ്? ഇൻക്രീസ് ദ ലൈൻ സ്പേസിംഗ് ഇൻ 24 പോയിന്റ്സ്. ഓക്കെ, ലൈൻ സ്പേസിംഗ് ആണ് എന്താണ്? ഒരു പാരഗ്രാഫിൽ 2 സെന്റൻസുകൾ തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ ലൈൻ സ്പേസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈൻ സ്പേസിംഗ് നമുക്ക് എന്താണ്? 24 ആക്കണം. ഓക്കെ, 24 ആക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ ലൈൻ സ്പേസിങ്ങിന് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹോം ടാബ് പോവുക. ഓക്കെ, ക്ലിക്ക് ഓൺ ദ ഹോം ടാബ് ഇൻ ദ റിബൺ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നമുക്ക് എന്തുണ്ടാവും? ക്ലിക്ക് ഓൺ ലൈൻ സ്പേസിംഗ് ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അവിടെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ എന്തുണ്ടാവും? ലൈൻ സ്പേസിംഗ് ബട്ടൺ ഉണ്ടാവും. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യുക? സെലക്ട് ദ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ ഡ്രോപ്പ് ഡൗൺ മെനു ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എന്താ ഇവിടെ പറയുന്നത്? എൻ്റർ ദ ലൈൻ സ്പേസ് വാല്യൂ. നമുക്ക് എന്ത് ചെയ്യുക? ലൈൻ സ്പേസ് വാല്യൂ എൻ്റർ ചെയ്യുക. അതായത് നമ്പേഴ്സ് ആയിരിക്കും. നമുക്ക് ഏത് നമ്പറാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ അതിലേക്ക് ഇതാക്കും. 24 ആണോ, അല്ല 22 ആണോ, 19 ആണോ, അങ്ങനെ നമുക്ക് സ്പേസ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ദെൻ ക്ലിക്ക് ഓക്കെ ടു അപ്ലൈ ചേഞ്ചസ്. അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ അടിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ലൈൻ സ്പേസിങ്ങിന്റെ ഫീൽഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ലൈൻ സ്പേസിങ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ഒരു 3 സബ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, മേ ബി എന്തോ അവർക്ക് ചോദിക്കാം കേട്ടോ, എന്തും ചോദിക്കാം. അപ്പൊ എന്താണ്? ഇവിടെ ഹെഡിങ് ചോദിച്ചിട്ടുണ്ട്, പേജ് നമ്പർ ആഡ് ചെയ്യേണ്ട ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ലൈൻ സ്പേസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ഏറ്റവും അതായത് നമുക്ക് ടോട്ടൽ ഇതിൽ വരുന്ന 11 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 10th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമ്പർ 11 ആണ് ഇട്ടിട്ടുള്ളത്. 10th ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ ഡാറ്റാബേസ് ടേബിൾ പെർഫോം ദ ടാസ്ക് ആസ് ഗിവൺ ബിലോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 3 സബ് ക്വസ്റ്റ്യൻ, ഓരോ മാർക്ക് വെച്ച് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത് കാണുമ്പോൾ എന്തൊക്കെയുള്ള പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഡോണ്ട് വെറി, ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ല ഈസിയാണ്. ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെ ഇത് സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിവിടെ ഒരു പാരഗ്രാഫ് കാണില്ലേ? BNO ബേസ് നമ്പർ ആണ്, ബ്രാൻഡ്, ഡേറ്റ് ഓഫ് പർച്ചേസ്, മോഡൽ നമ്പർ, എമൗണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അതായത് ഓരോ ലാപ്ടോപ്പിന്റെ ബ്രാൻഡുകളാണ്. ഏക്കർ ഉണ്ട്, HP ഉണ്ട്, സോൺ ഉണ്ട്, ലെനോവ ഉണ്ട്, മാക്ബുക്ക് ഉണ്ട്, ഏസർ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇതുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഓക്കെ, സോറി, നമുക്കിത് വരുന്നതാണ് എന്ത്? ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് കോളം വിച്ച് ക്യാൻ മെയ്ഡ് പ്രൈമറി കീ. ഓക്കെ, അപ്രോപ്രിയേറ്റ് കോളം. നമുക്കിവിടെ പ്രൈമറി കീ ആക്കാൻ പറ്റുന്ന അപ്രോപ്രിയേറ്റ് കോളം ഏതാന്നാണ് ചോദ്യം. ഓക്കെ, നമ്മളിവിടെ മെയിൻ ആയിട്ട് ഏതെടുക്കുക? നമുക്കിവിടെ ബ്രാൻഡ് എടുത്തിട്ടോ അതോ പർച്ചേസിന്റെ ഡേറ്റ് എടുത്തിട്ടോ മോഡൽ നമ്പർ എടുത്തിട്ടോ എമൗണ്ട് എടുത്തിട്ടോ ഒന്നും കാര്യം. നമ്മൾ ഏതാണ് മെയിൻലി നോക്കുക? ബേസ് നമ്പർ ആണ് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അഡ്മിഷന് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എന്തിലാണ് നമ്മൾ അറിയപ്പെടുക? അതായത് നമ്മൾ അഡ്മിഷൻ നമ്പറിലാണ് ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ ഇവിടെ ഏതാ നമ്പർ ഐഡന്റിഫൈ ചെയ്യുക? അപ്രോപ്രിയേറ്റ് കോൾ ആക്കിയിട്ട് എടുക്കുക, പ്രൈമറിക്ക് ആയിട്ട് എടുക്കുക. ബേസ് നമ്പർ, നോ ഡൗട്ട്, BNO, ദാറ്റ് ഈസ് ബേസ് നമ്പർ. അതിന്റെ ഫുൾ ഫോം ആണ് ബേസ് നമ്പർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഫസ്റ്റിന്റെ ആൻസർ ബേസ് നമ്പർ അഥവാ BNO. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ആൻസേഴ്സ് ചെറുതായിരിക്കും വരിക കേട്ടോ.
പിന്നെ പറയുന്നത് എന്താണ്, റൈറ്റ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് ഡേറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് മോഡൽ നമ്പർ കോളം. ഡാറ്റ ടൈപ്പ് പറയുന്നത് എന്താണ്, നമുക്ക് ഇപ്പൊ ആൽഫബറ്റിക്കൽ ആണെങ്കിൽ നമുക്ക് ആൽഫബറ്റിക്കൽ ആണ് പറയാം, നമ്പേഴ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, നമ്പേഴ്സ് ആൽഫബറ്റിക്കൽ ആക്കിയിട്ട് പറയാം. അപ്പൊ ഡാറ്റ ടൈപ്പ് ആയിട്ട് എന്താ ഇവിടെ പറയുന്നത്, ഡേറ്റ് ഓഫ് പർച്ചേസിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ് ഇവിടെ പറയുന്നത്, ഡേറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഡേറ്റ് കൊടുത്തത് ഇപ്പൊ 24/9/2020 കണ്ടോ, ഇവിടെ 23/9/2021, 24/5/2022. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഡേറ്റ് ഓഫ് പർച്ചേസിന്റെ ഡേറ്റ് ആണ്. ഓക്കെ, അതേപോലെ മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പറിന്റെ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്ട്രിങ് അഥവാ വർച്ചാർ എന്ന് പറയും. നമ്പേഴ്സിന് നമ്മൾ പറയുന്നതാണ് വർച്ചാർ അഥവാ സ്ട്രിങ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡ് ആണ് എന്ത്, വർച്ചാർ അഥവാ സ്ട്രിങ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഡാറ്റ ടൈപ്പ് എന്താണ്, ഡേറ്റ് ഓഫ് പർച്ചേസിന് ഡേറ്റും കൊടുക്കുക, നമുക്ക് മോഡൽ നമ്പറിന് നമുക്ക് എന്ത് കൊടുക്കുക, ദാറ്റ് ഈസ് മോഡൽ നമ്പർ. നിങ്ങൾ കണ്ടോ, നമ്പേഴ്സും ഉണ്ട് ആൽഫബറ്റിക്സും ഉണ്ട്. ഇപ്പൊ CX പറയുന്ന ആൽഫബറ്റ് ആണ്, 1090 പറയുന്നത് എന്താണ്, നമ്പേഴ്സ് ആണ്. അപ്പൊ എന്താ, രണ്ടിന്റെ മിക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ രണ്ടിന്റെ മിക്സ് ആകുമ്പോൾ നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്, രണ്ടിന് മിക്സ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്തെന്ന് പറയുന്നത് ഏതാണ്, ദാറ്റ് ഈസ് വർച്ചാർ അഥവാ സ്ട്രിങ് എന്ന് പറയും. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ സ്റ്റെപ്സ് ടു സേവ് ക്വറി. നമുക്ക് സേവ് ചെയ്യാൻ എങ്ങനെയെന്നാണ് ചോദ്യം. സേവ് ചെയ്യാൻ എല്ലാത്തിനും ഒറ്റതുള്ളൂ. എങ്ങനെയാണ്, ഫയൽ മെനു എടുക്കുക, അതിൽ സേവ് ആസ് പോവുക, ഏതിലാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക, നമ്മളെ ഫയൽ നെയിം അടിക്കുക, സെർച്ച് ഫയൽ ടൈപ്പ് അടിക്കുക, PDF ആണോ, കൊറി ആയിട്ടാണോ, SQL ആയിട്ടാണോ, വേർഡ് ആയിട്ടാണോ, ഡോക്സ് ആയിട്ടാണോ, ഏതിലാണോ സേവ് ചെയ്യേണ്ടത് അത് നോക്കുക. പിന്നെ നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സിമ്പിൾ ആണ്. സേവ് ചെയ്യേണ്ടത്, ക്ലിക്ക് ഓൺ ദ ഫയൽ മെനു, ക്ലിക്ക് ഓൺ ഫയൽ മെനു, സെലക്ട് സേവ് ആസ്, choose a location, enter the file name, select file type and click save. Okay, clear അല്ലേ? ഓക്കെ, നമ്മൾ വിചാരിക്കണ പോലെ ടഫ് ഇല്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യൂലേ, ബട്ട് എന്താണ്, സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതാ പറഞ്ഞു 30 മാർക്കൊക്കെ എളുപ്പമായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ ഫോളോയിങ് വർക്ക്ഷീറ്റ് പെർഫോം ദ ടാസ്ക് ആർ ഗിവൺ ബിലോ. ഇതേപോലെയുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ ആ വർക്ക്ഷീറ്റ് നിങ്ങൾ കണ്ടോ, ABCDEF, താഴത്തേക്ക് 1 2 3 4 5 6 ഒക്കെ ഉണ്ടല്ലേ. എന്തൊക്കെയാണ് ഹെഡിങ് വരുന്നത്, റിസോഴ്സ് പേഴ്സണ്, റെമ്യൂണറേഷന്, പെർ കിലോമീറ്റർ, ടോട്ടൽ കിലോമീറ്റർ കവേർഡ്, കൺവെയൻസ് ചാർജ്, ടോട്ടൽ ബില്ലൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. 3 സബ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 3 സബ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, റൈറ്റ് ദ ഫോർമുല ഇൻ each cells so that the conveyance charge can be calculated as per kilometer into total kilometer covered. എന്താ ഇവിടെ പറയുന്നത്, പെർ കിലോമീറ്ററും ടോട്ടൽ കിലോമീറ്റർ കവേർഡിന്റെയും ഫോർമുല എഴുതാനാണ് പറയുന്നത്. ഓക്കെ, E2 സെല്ലിൽ വരുന്ന കൺവെയൻസ് ചാർജിൽ വരുന്ന നമ്മളെ ഫോർമുല എഴുതാൻ. ഓക്കെ, കൺവെയൻസ് ചാർജ് എങ്ങനെ കാണുക, പെർ കിലോമീറ്ററും ടോട്ടൽ കിലോമീറ്ററും കൂടെ ഇൻറ്റു ചെയ്തിട്ടാ കാണുക കേട്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് കാണാം, അപ്പൊ നമുക്ക് ഇവിടെ E2 സെല്ല് നിങ്ങൾ കണ്ടോ, കൺവെയൻസ് ചാർജ് E ലാ വരുന്നത്. അതിന്റെ രണ്ടാമത്തെ നവീൻ ഗുപ്തന്റെ ഏതാ കാണുന്നത്, 2 ആണ്. അപ്പൊ E2 സെല്ലിലാണ് വരുന്നത്. ഓക്കെ, E2 സെല്ലിൽ എന്താ വരുന്നത് കാണണമെങ്കിൽ എന്താ ചെയ്യുക, പെർ കിലോമീറ്ററും ടോട്ടൽ കിലോമീറ്റർ കവേർഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇൻറ്റു ചെയ്യണം. അവിടെ ഫോർമുല അവിടെ കൊടുത്തിട്ട് കണ്ടില്ലേ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈക്വൽ എന്താ ചെയ്യുക, ഈക്വൽ ഇടുക. ഈക്വൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെർ കിലോമീറ്ററിന്റെ ഇവിടെ എത്ര വരുന്നത്, C വരില്ലേ, C2 ആണ് വരുന്നത്. അതായത് പെർ കിലോമീറ്റർ Cന്റെ സെല്ലാണ് 2ലാണ് കിടക്കുന്നത്, C2 ഇൻറ്റു പറയുമ്പോൾ നമ്മൾ ആ സ്റ്റാർ ഉണ്ടല്ലോ അത് ഇടുക. എന്നിട്ട് എന്താ, ടോട്ടൽ കിലോമീറ്റർ കവേർഡ് എവിടെ എത്ര പറയണത്, D2, അതായത് DU2. ഡി എന്ന് പറയുന്നത് എന്താ, നവീൻ ഗുപ്തന് 2 ആണ്, ഡി പറഞ്ഞ സെല്ലിൽ D2. അപ്പൊ എന്താ ആൻസർ വരിക, നോക്കിക്കാണി, ശ്രദ്ധിച്ചു നോക്കാണി, നമ്മളെന്താ ഈക്വൽ ടു C2 ഇൻറ്റു D2. കണ്ടോ, C2 ഇൻറ്റു D2. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ആ ഫോർമുല എൻറ്റർ ചെയ്ത്, അതായത് അത് അടിച്ചിട്ട് പ്രസ് എൻറ്റർ കൊടുത്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പം എന്താ ആൻസർ വരുന്നത്, നമുക്ക് ഏത് സെല്ലിലാണോ ഇത് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ പോയിട്ട് മൗസ് വെച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോർമുല എഴുതുക. എന്താ ഫോർമുല, ഈക്വൽ C2 ഇൻറ്റു D2. ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ. C എന്ന് പറയുന്നത് എന്താണ്, പെർ കിലോമീറ്ററും ടോട്ടൽ കിലോമീറ്ററും കവേർഡ് ഇൻറ്റു ചെയ്താലാണ് കൺവെയൻസ് ചാർജ് കിട്ടുക. സോ കൺവെയൻസ് ചാർജിന്റെ ഓരോ കോളത്തിലും ഓരോ മാറ്റം വരും. ഇപ്പൊ ഫസ്റ്റിൽ രണ്ടാമത്തത് നവീൻ ഗുപ്തന്റെ ആണ് പറയുന്നത്, അതിൽ എന്ത് വരുന്നത്, C2 ഇൻറ്റു D2. അബ്ദുൽ ഹസന്റെ വരുമ്പോൾ എന്താ വരിക, C3 ഇൻറ്റു D3. ജോൺ മിലോട്ടന്റെ വരുമ്പോൾ എന്താ വരിക, C4 ഇൻറ്റു D4. ഓക്കെ, പിന്നെ ഡെയ്സിന്റെ വരുമ്പോൾ എന്താ വരിക, C5 ഇൻറ്റു D5. ഓക്കെ, ഈക്വൽ C5 ഇൻറ്റു D5. ഇങ്ങനെയാണ് ആൻസർ വരിക. ക്ലിയർ ആണോ, ക്ലിയർ അല്ലേ?
സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ബി ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ ഫോർമുല ഇൻ സെൽ F2. സെൽ F2 ആണ്. F2 എന്താണ്? ടോട്ടൽ ബില്ലാണ് കേട്ടോ. സെൽ F2 ആണ് ടോട്ടൽ ബിൽ വിച്ച് ഈസ് കൺവെയൻസ് ചാർജ് പ്ലസ് റെമ്യൂണറേഷൻ. കൺവെയൻസ് ചാർജും റെമ്യൂണറേഷനും കൂടെ ആഡ് ചെയ്തതാണ് എവിടെ വരിക? ഈ F2 ആയിട്ടുള്ള ടോട്ടൽ ബില്ലിൽ വരിക. അപ്പൊ എങ്ങനെ ആൻസർ ചെയ്താ? സെലക്ട് ദ സെൽ, സെലക്ട് സെൽ F2. നമുക്ക് F2 ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈക്വൽ നിട. ഈക്വൽ നിട്ടിട്ട് നമുക്ക് എന്താണ് പറഞ്ഞത്? E2, അതായത് എന്താണ്? കൺവെയൻസ് ചാർജും റെമ്യൂണറേഷനും കിടക്കുന്ന E2 പ്ലസ് B2 അല്ലേ? E ആണ് കൺവെയൻസ് ചാർജിന്റെ സെല്ല്, B ആണ് റെമ്യൂണറേഷന്റെ ബെല്ല്. അപ്പൊ എന്താ വരിക? കൺവെയൻസ് ചാർജ് എങ്ങനെ ഇതാക്കുക? ഈക്വൽ ടു E2 പ്ലസ് B2. എന്താ വരിക? ഈക്വൽ ടു E2 പ്ലസ് B2. അപ്പൊ ആൻസർ എന്താ വരിക? അത് നമ്മൾ എഴുതുക, എൻ്റർ അടിക്കുക, ആൻസർ അവിടെ വരും. അപ്പൊ രണ്ടാമത്തെ കോളത്തിൽ എങ്ങനെ വരിക? ഈക്വൽ ടു ദാറ്റ് ഈസ് E3 പ്ലസ് B3. പിന്നെ നെക്സ്റ്റ് ഈക്വൽ ടു E4 പ്ലസ് B4. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺവെയൻസ് ചാർജിൽ ലാസ്റ്റ് ആയിട്ടുള്ള F ടോട്ടൽ ബില്ല് നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് കാണാം, ഇത് സിമ്പിൾ ആണ്. നമുക്ക് അതിൻ്റെ മോഡൽ അവിടെ തന്നെ തന്നിട്ടുണ്ടാവും. നമ്മൾ ആ സെല്ല് നമ്പർ മാത്രം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ അറ്റ് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് സി ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ ഫംഗ്ഷൻ ടു പ്രിന്റ് ദ സം ഓഫ് ടോട്ടൽ ബിൽ ഇൻ സെൽ F6. F6 ടോട്ടൽ ബില്ല്, അതായത് സമ്മ് എല്ലാത്തിനും F6 മുഴുവൻ ആൾക്കാരെ സമ്മാണ് കണ്ടത്, ടോട്ടലാണ് കണ്ടത്. അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈക്വൽ സമ്മ് എന്നിടുക. ഈക്വൽ SUM. ഓക്കെ, ഈക്വൽ സമ്മ് എന്നിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? F2 ടു F5. കണ്ടോ, നമുക്ക് ആദ്യം സെലക്ട് F6 സെലക്ട് ചെയ്യുക, നമ്മൾ ഈ ഫോർമുല അടിക്കുക. ഈ ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് സമ്മ് പറയുമ്പോൾ എന്താണ്? F2 ടു F5. ഓക്കെ, ഈക്വൽ സം F2 ടു F5. ഓക്കെ, F2 ടു F5 എന്താ? നിങ്ങൾ കണ്ടോ, ടോട്ടൽ ബില്ല് F2 മുതൽ F5 വരെ ഡെസിഷൻ്റെ അവിടെ കിടക്കുന്നത്. അപ്പൊ F2 ടു F5 എന്ന് എഴുതുക. ഈക്വൽ ടു F2 ടു F5. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്? ബ്രാക്കറ്റിൽ ഇടണം കേട്ടോ. നോക്ക്, ഈക്വൽ സം എന്നിട്ട് ബ്രാക്കറ്റിൽ F2 ടു F5 എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കണേ. ബ്രാക്കറ്റിൽ കൊടുക്കണം, നല്ലൊരു ആൻസർ. എന്നിട്ട് നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ടോട്ടൽ ബില്ലിന്റെ മൊത്തം ഓവറോൾ ആയിട്ടുള്ള സമ്മ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളെ മെഗാ മാരത്തോൺ 2024 ഡാറ്റ എൻട്രിക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മോഡലാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. നമ്മൾ 30 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമായിട്ടുണ്ടാകും. ഏതൊക്കെ ഉണ്ട്? എക്സ്പാൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഡിഫൈൻ ഉണ്ട്, ഡിസ്ക്രൈബ് ഉണ്ട്, ഷോർട്ട് നോട്ട് എഴുതാനുണ്ട്, ഡിഫറൻസിയേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് തന്നിട്ട് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫോർമുല വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ആൻഡ് ഫൈനലി ലാസ്റ്റ് ആയിട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും? ബോക്സ് ടൈപ്പ്, അതായത് ബോക്സിൽ എഴുതി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് നമ്മളെ ഡാറ്റ എൻട്രിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, പലർക്കും എന്ത് ചെയ്യാണ്? ഒരുപാട് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് അറിയപ്പെടുന്നതാണ് ഈ ഡാറ്റ എൻട്രി പറയുന്നത്. ഓക്കെ, ഡാറ്റ എൻട്രി പറയുമ്പോൾ തന്നെ കുറെ പേര് എന്ത് അറിയില്ല എന്നുള്ളൊരു ഇതിലാണ്. പക്ഷെ എന്താണ്, അത്രയും സുഖമാണ്, അത്രയും മറ്റു സബ്ജക്ട്സിന്റെ പോലെ ഉള്ളതല്ല. അതിൽ തികച്ചും വ്യത്യസ്തപരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് വലിച്ചെഴുതേണ്ട ആവശ്യമില്ല. ഓൺലി എന്താണ്? സിമ്പിൾ ആൻസേഴ്സ് ആയിരിക്കും നമ്മുടെ ഡാറ്റ എൻട്രിക്ക് വരുന്നത്. അതേപോലെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 3 മാർക്കാണ്. ഓക്കെ, ഓരോ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ താഴെ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ആ ഓരോ സബ് ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. അപ്പൊ അങ്ങനെ 3 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ കിട്ടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റ എൻട്രിന്റെ ഇത് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റ് എക്സാമുകളൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മളെ ലാസ്റ്റ് എക്സാമും അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, ഈ ഒരു മാരത്തോണ് കാണുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി എന്തുണ്ട്? ഒരുപാട് മാരത്തോൺ, ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ എല്ലാവർക്കും എന്തെങ്കിലും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെ ലാസ്റ്റ് എക്സാം അടിച്ച് പൊളിച്ച് എഴുതുക. ഓക്കെ, ദെൻ താങ്ക് യു.